കിച്ചണിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, വിൻഡോ ഒക്കെ തുറന്നതിന് ശേഷം നല്ല മഴയാണ് കേട്ടോ. ഈ കുക്കിംഗ് ഏരിയയിലുള്ള ഈ ഒരു വിൻഡോ സൈഡ് നന്നായിട്ടൊന്ന് ഡെയിലി തുടച്ചിടുക കേട്ടോ. അപ്പോൾ ഈ എട്ടുകാലിയുടെ കുഞ്ഞുങ്ങൾ, ചെറിയ ചെറിയ പ്രാണികൾ, ഇതിൻ്റെയൊക്കെ ശല്യത്തിന് നല്ല ആശ്വാസം ഉണ്ടാവും. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടൊക്കെ ഭക്ഷണത്തിലേക്കും ഒക്കെ ചാടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചായക്കൊക്കെ വയ്ക്കുക. ആ ഒരു ടൈമിൽ പിന്നെ ഡെയിലി ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, ഇതുപോലെ കിച്ചൺ ക്യാബിനറ്റിൻ്റെയൊക്കെ താഴ്ഭാഗത്തും ഇഷ്ടംപോലെ മാറാല, ചെറിയ എട്ടുകാലി കുഞ്ഞുങ്ങൾ എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് ഡെയിലി ഇവിടെയും ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് താഴെ വയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളും ഒക്കെ മൂടിയൊക്കെ വെച്ചിട്ടാണെങ്കിലും അതിനകത്തേക്കൊക്കെ ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഡെയിലി ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ടിരിക്കും എല്ലാ കാര്യങ്ങളും. അതുപോലെ ഇത് പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡും ഇതിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും കാണാം ചെറിയ ചെറിയ മാറാല, എട്ടുകാലി കുഞ്ഞുങ്ങളൊക്കെ. അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ഈ സമയത്ത് പാലൊക്കെ തിളച്ച് വന്നു ചായ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടൈം തീരെ വേസ്റ്റ് ആവാണ്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ നല്ല ചന്ദന കളറുള്ള ചായ, ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചായ കേട്ടോ. അപ്പോൾ രാവിലെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഒന്ന് ഉഷാറായിട്ടാണ് മറ്റുള്ള ജോലികളിലേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയറുകയും ചെയ്യാം. അതുപോലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ജോലികൾ, നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴ കണ്ടപ്പോൾ ഒന്ന് ഓടി വന്നതാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ബാക്ക് ക്യാമറയിൽ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ തന്നെയാണ്, എല്ലാവർക്കും പറ്റും. പിന്നെ അതൊക്കെ ഒരു സൈഡിൽ കൂടി അങ്ങനെ ക്ലീൻ ചെയ്യും. ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ജോലികൾ എളുപ്പമാകാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ പാത്രങ്ങളും ഡൈനിങ് ഏരിയയിലുള്ളതും സ്ലാബിലുള്ളതും കൊണ്ടുവന്നെല്ലാം ഇതേപോലെ കിച്ചണിലേക്കൊന്ന് ഡംപ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യണത് അത് വെച്ച്, ഇപ്പോൾ ഇവിടെ ഇതുപോലെ പുൽത്തൈലത്തിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ വാങ്ങാൻ കിട്ടും, വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലാബും അതുപോലെ ഡൈനിങ് ഏരിയയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈച്ചകളുടെ ശല്യത്തിനൊക്കെ നല്ല ആശ്വാസമുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഈച്ചയും കൊതുകുകളും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഡെയിലി ചെയ്യുമ്പോൾ അതിനൊരു ആശ്വാസം കാണുന്നുണ്ട്. വിനീഗറിൻ്റെ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ കീടങ്ങൾക്കൊക്കെ നല്ല കുറവുണ്ട്. പ്രത്യേകിച്ചും ഉറുമ്പ് പോലുള്ള സാധനങ്ങളൊന്നും ഡെയിലി ചെയ്യുന്നിടത്ത് വരില്ല കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പോൾ കണ്ടില്ല, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം കഴുകുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് ലാസ്റ്റ് അങ്ങോട്ട് ചെയ്തെടുക്കാം. പിന്നെ ചിലവരില്ലേ, ഇപ്പോൾ ഈ കിച്ചണിൽ നിന്ന് മറ്റേ കിച്ചണിലേക്ക് എല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര ഇരട്ടിപ്പണി നൽകുന്ന ജോലികളാണ്. നമ്മൾ ഈ സ്ലാബ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണോ മിക്സി, എല്ലാം ഗ്രൈൻഡർ, ഏത് ഇലക്ട്രിക് ഐറ്റംസോ അല്ലെങ്കിൽ ഇതുപോലുള്ളതൊക്കെ അങ്ങോട്ട് അപ്പോൾ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് വേറൊരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ പാത്രം കഴുകാൻ നിന്നാൽ മതി. ഇപ്പം എല്ലാം ക്ലീൻ ആയില്ലേ, ഇനി നമുക്കിത് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് പോകേണ്ടി വന്നാലും പാത്രങ്ങളെല്ലാം ഒന്നിച്ച് കിടക്കുകയാണല്ലോ, ഇത്ര കഴിഞ്ഞിട്ടായാലും കഴുകാം. ധൃതിയുള്ള സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ കഴുകി വെക്കാം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ ഏറ്റവും ആദ്യം ചെയ്യാം കേട്ടോ. അതാണ് ക്ലീനിങ് എളുപ്പമാക്കാനുള്ള ഏറ്റവും നല്ല വഴി. അതുപോലെ ചെയ്യുന്ന ജോലികൾ എൻജോയ് ചെയ്ത് ചെയ്യാം, പെട്ടെന്ന് പണികളൊക്കെ കഴിയും. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക്